പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയതിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ ഇസ്രായേലിൽ കൊല്ലപ്പെടുന്നത്. വെസ്റ്റ് ബാങ്കിലെ ബെയ്റ്റ് എൽ സിറ്റിക്ക് സമീപം ഒരു ടാങ്കർ ലോറി സൈനിക പോസ്റ്റിന് നേരെ പാഞ്ഞു കയറുകയായിരുന്നു. അതിനകത്താണ് ബെനേഷ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന 24-കാരനായ ഇന്ത്യൻ വംശജൻ കൊല്ലപ്പെടുന്നത്. 2020 വടക്കിഴക്കൻ സംസ്ഥാനത്ത് നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറി പിന്നീട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ഭാഗമായ ഹങ്കൽ എന്ന ചെറുപ്പക്കാരനായ സൈനികനാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത്. നോബ് ഹഗലിൽ താമസക്കാരനായിരുന്നു. കഫീർ ബ്രിഗേഡിൽ, അതായത് ഇസ്രായേലിൻ്റെ കഫീർ ബ്രിഗേഡിലെ സൈനികനായിരുന്നു. ഏതായാലും ഈ സൈന്യം ഇപ്പോൾ ആ ഒരു മരണവാർത്ത സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹങ്കലിനൊപ്പം തന്നെ 7 പേർ കൂടി കൊല്ലപ്പെട്ട വാർത്തയുണ്ട്. അത് പാലസ്തീൻ നമ്പർ പ്ലേറ്റുള്ളൊരു ടാങ്കർ വാഹനം പാഞ്ഞു കയറുകയായിരുന്നു IDFൻ്റെ ഈ സൈനിക പോസ്റ്റിലേക്ക്. അവിടെയാണ് ഇന്ത്യൻ വംശജനായ ഒരു സൈനികൻ കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.